ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സജി കൊച്ചി. അപ്പൊ ഞാൻ വീണ്ടും ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ് ഗൈസ്, അടുപ്പിച്ച് തന്നെ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് ലുലു മാളിലാണ് ഗൈസ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ പഫ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 എണ്ണം വാങ്ങിച്ച ഒരാൾ അവിടെ കഴിക്കൽ തുടങ്ങി, ഒന്നെൻ്റെതാണ്. പിന്നെ മമ്മയും പപ്പ ഒന്ന് വാങ്ങിച്ചു ഗൈസാണ് ഗൈസ്. നമ്മൾ വറുത്ത് ഗൈസ് പപ്പയും കഴിച്ചു തുടങ്ങി, ഞാൻ മാത്രമാണ് കഴിക്കാത്തത്. പിന്നെ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് പകുതിയൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഒരു മിൽക്ക് ഷേക്കും പിന്നെ ഗാലക്സി വാങ്ങിച്ചു കേട്ടോ ഗൈസ്, വലുത്. അപ്പോൾ ഗൈസ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പം ഗൈസ്, നമ്മൾ വേറൊരു സംഭവം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഗൈസ് നമ്മളെല്ലാം എല്ലാം കഴിച്ചായിരുന്നല്ല. പഫ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചായിരുന്നു. എൻ്റെ വയറ് നിറഞ്ഞു ഗൈസ്. എന്താ വെച്ചാൽ നേരത്തെ നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് തിന്നപ്പോൾ തന്നെ വയറിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഫ് തിന്നപ്പോൾ വയറിൻ്റെ ഫുഡൊക്കെയാണ് ലക്ഷ്യം. അപ്പോൾ വയറിറങ്ങിയിട്ടുണ്ട് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളെല്ലാവരും കണ്ട് കുറേ നേരം നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ട്. ഇതേ ഇവിടെ ഒരാളെ കണ്ടിട്ടില്ല ഗൈസ്. ഗൈസ് മമ്മ വിളിക്കണ്ടേ. ഇന്നെന്താ പരിപാടി എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം ഈ ബഫൊക്കെ കഴിച്ചിരിക്കുന്നതിന് ഇനി അടുത്ത എന്താണെന്ന് നോക്കാം ഗൈസ്. നമ്മൾ വേറൊരു സംഭവം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അത് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കാണാം ഗൈസ്. ഒരാളിപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ പ്രാന്തരിച്ചിരിക്കണേ. അമ്മ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. എത്ര സമയമാണെന്നറിയാമോ നമ്മ ഇങ്ങനെ ഇരിക്കണേ ഇവിടെ ഭക്ഷണം തിന്നൊരു കഴിയാ. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ 8:30 ആയി ഗൈസ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ 10:30 ആയി. റൈഡിലൊക്കെ കയറുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലു ഫാഷൻ സ്റ്റോറിലാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്നും വലിയതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന്. അപ്പോൾ അതേ ഗൈസ്, അവിടെ പോകണുണ്ടോ ഗൈസ്, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി പോകണുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്. മീൻഹതയോടെ ഒരു പാവൊക്കെ എടുത്തും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവളിൽ കുറേ പാവുണ്ട് ഗൈസ്. ഇത് ഇവൾക്ക് കിട്ടില്ല. അവളെ മുഖം ഉണ്ടോ, നല്ല പാവട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ യൂണിക്കോൺ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാവകളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. എൻ്റെ കയ്യിൽ കെട്ടിപ്പിടിച്ച് കിടക്കാനൊരു എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ, കുറേ ഡോൾസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിന്ന ആവശ്യമില്ല, എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് അധികം ഉണ്ട് ഗൈസ്. അപ്പോൾ എനിക്കൊന്നും വേണ്ട, അവളിതും പിടിച്ച് നടക്കണേന്ന് നട്ടു കേട്ടോ. ലുലു ഫാഷൻ സ്റ്റോറിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ കയറിയാണ്. ഫൈനലി നമ്മൾ 2 പില്ലോസ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ. ഇനി അടുത്തത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലു മാളിൽ നിന്നൊക്കെ ഇറങ്ങി വീടെത്തി. റൈഡിലൊന്നും കയറിയില്ല, ബിക്കോസ് അവിടെ അടക്കാനായി ലുലു മാള് 12 o'clock അടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീടെത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. വണ്ടിയിലൊക്കെ കാറിന് കൊണ്ടുവന്നപ്പോൾ അവിടെ ഇവിടെയും കട്ടറൊക്കെ ചാടിയപ്പോൾ അതിൻ്റെ ക്രീമൊക്കെ സൈഡിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. എന്നാലും സാരില്ല. അപ്പം നമ്മൾ മുറിക്കാൻ പോകുന്നത് സൈഡിൽ നിന്നൊക്കെ ക്രീം പോയിക്കണം. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു സ്മോൾ ചോക്കോ ഫഡ്ജ് കേക്കാണെന്ന് തോന്നുന്നു. കേക്കിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ടേബിളൊക്കെ വലിച്ചിടുന്നു നമ്മൾ. അപ്പം നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ലുലു മാളിൽ നിന്ന് ഇത്തിരി സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചത് ഗൈസ്. മമ്മ ഒരു റോളോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എൻചാൻഡറിൻ്റെ ഒരു റോളോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ 2 ഡാർക്ക് ഫാൻറ്റസി വാങ്ങിച്ചു കിട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഒരു ന്യൂട്ടല്ല വാങ്ങിച്ചു കിട്ടോ. പിന്നെ ബ്രഷ് വാങ്ങിച്ചു. പിന്നെ പപ്പക്കൊരു ബോഡി സ്പ്രേ, കുറേ സ്പ്രേ ഉണ്ട് ഗൈസ്. അത് ഇപ്പോൾ വേറൊരു സ്പ്രേയും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഗാലക്സി കഴിച്ചില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ പഫ്സ് നിന്നൊക്കെ തന്നെ വയറിറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്രൗണിയിൽ ചോക്ലേറ്റൊക്കെ ഒഴിച്ചൊരു സാധനം കഴിച്ചു തോന്നില്ലേ, അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റിനായിരുന്നു. ബട്ട് വയറിറങ്ങും കേട്ടോ ഗൈസ് വേഗം. അത് ചെറിയ സാധനം ഒന്നും വാങ്ങിച്ചുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടി വാങ്ങാൻ പോയപ്പോൾ ബില്ലടിക്കാൻ നിൽക്കണമായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കേക്ക് മുറിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കേക്ക് മുറിക്കും. തള്ളിയിടല്ലേ, പിടിക്കും അമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മ. നോക്ക്, ഹാപ്പി. ഞാൻ വെച്ചരാ. നീ എന്താണ് കാണിക്കണം? അല്ലാ, പോയി ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല.
മുട്ടയുടെ ഗൈസ് ഉപ്പ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ ഉപ്പോറങ്ങണായിരുന്നു ഗൈസ്. ഒരാളുടെ ഇവിടെ ഇരുന്ന് കളി കാണുന്നതിന് ഗൈസ്. കേക്ക് മുറിക്കണ സമയത്തൊക്കെ ദേ ഒരാളിവിടെ ഫുട്ബോൾ കാണുന്നായിരുന്നു ഗൈസ്. അപ്പൊ ഗൈസ് ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ടാണ് ആക്ച്വലി പോയി വന്ന സമയത്ത് 8 o'clock ആയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ വന്ന സമയത്ത് പപ്പ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ലുലുമാളിൽ കയറിയത് ഗൈസ്. ഇന്നലെ ആയിരുന്നു ഗൈസ് മമ്മൻ്റെ ബർത്ത്ഡേ. ശരിക്കും പറഞ്ഞാൽ May 26 ഇന്ന് May 27 ആണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വീണ്ടും ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നും ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബ് ഇടുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചിലപ്പം വരും. അറിഞ്ഞൂടെ സ്കൂളൊക്കെ തുറക്കാനായി ഗൈസ്. പിന്നെ സ്കൂൾ തുറന്ന് എനിക്ക് ഫോൺ കിട്ടില്ല, അത് ഉറപ്പാണ്. ഈ വെക്കേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയത്. 7 വീഡിയോ ആയി ഗൈസ് വെക്കേഷനായിട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇനി ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് എത്താൻ ഞാൻ വീണ്ടും ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ വീണ്ടും ഒരു സൂപ്പർ ആൻഡ് കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അപ്പോൾ ബൈ ബൈ.